ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 5ാം ക്ലാസ്സിൻ്റെ അൽ ഫിഖുഹിൽ ഇസ്ലാം പൊതുപരീക്ഷ ഫെബ്രുവരി 9 നടന്നതിൻ്റെ മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ചോദ്യപേപ്പർ ഫോട്ടോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമുക്കൊരു ക്ലിയറുള്ള ഫോട്ടോസ് കിട്ടിയിട്ടില്ല. നമുക്ക് ക്ലിയറുള്ള ഫോട്ടോ കിട്ടി. അടുത്ത വർഷം പൊതുപരീക്ഷയ്ക്ക് റിവിഷനായി പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏതൊക്കെയാണെന്ന് പറഞ്ഞ് വോയിസാക്കി ആഡ് ചെയ്ത് തരാം. എന്തൊക്കെയാണ് വന്നത്? കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം വന്നത് വിവാഹത്തിൻ്റെ പ്രധാന സുന്നത്തുകളിൽ പെട്ടതാണ്. എന്താണ് അതിൽ വന്നത്? വലീമത്ത് നൽകുക. അത് വിവാഹത്തിൻ്റെ സുന്നത്തിൽ പെട്ടതാണ് വലീമത്ത് നൽകൽ. അടുത്തത് മുസഫ് വാങ്ങുന്നവന് പ്രത്യേകമുള്ള ഷർത്താണ് എന്ത്? മുസഫ് വാങ്ങുന്നവൻ എന്താണ്? അപ്പോൾ ഇവിടെ മുസഫ് വാങ്ങുന്നവന് പ്രത്യേകമുള്ള ഷർത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിരിക്കലാണ്. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് മുസഫ് വാങ്ങുന്നവനും വിൽക്കുന്നവനും മുക്കല്ലഫായിരിക്കണം എന്ന്. അപ്പോൾ ഇവിടെ വാങ്ങുന്നവൻ മാത്രം പ്രത്യേകം ചോദിച്ചത് കൊണ്ട് മുസ്ലിം ആയിരിക്കലാണ് ഷർത്ത്. വാങ്ങുന്നവനും വിൽക്കുന്നവനും മുക്കല്ലഫായിരിക്കലാണ് അവിടെ ഷർത്ത് പറഞ്ഞത്. അപ്പോൾ അവിടെ മുസ്ലിം ആയിരിക്കൽ എന്നതാണ് ടിക്ക് ചെയ്യേണ്ടത്. അടുത്തതാ ഹംസത്ത് ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഉഹദിലാണ്. ഉഹദിൽ അയ്യാമുത്ത് തശ്രീക്കിൽ രാപ്പാർക്കണം. എവിടെ? അയ്യാമുത്ത് തശ്രീക്കിൽ മിനായിലാണ് രാപ്പാർക്കേണ്ടത്, മിനായിൽ. അടുത്തത് മുൻപുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ് ഏതാണെന്ന്. മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്നത് ആഷൂറ ആണ്. ആഷൂറ. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തത് 800 മില്ലി ലിറ്റർ. 800 മില്ലി ലിറ്റർ എന്താണ്? ഒരു മുദ്ദാണ്. ഒരു മുദ്ദാണ് 800 മില്ലി ലിറ്റർ എന്നത്. ഒരു മുദ്ദ് എന്നത് അവിടെ ടിക്ക് ചെയ്യാം. ഇനി ചേരുംപടി ചേർക്കാനാണ്. ഇരട്ടി സമ്പാദിക്കുന്നവരാണ് ആര്? സക്കാത്ത് നൽകുന്നവർ. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവരാണ്. അതിൻ്റെ എഴുതാം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. ആരാണ്? ഭാര്യ ഭർത്താക്കന്മാർ. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അടുത്തത് ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാവണം എന്ത്? 2 സാക്ഷികൾ ഉണ്ടാവണം. ഇടപാട് നടത്തുമ്പോൾ 2 സാക്ഷികൾ ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ ബി. സക്കാത്തിൻ്റെ അവകാശികളിൽ പെട്ടതാണ് യാത്രക്കാർ. അപ്പോൾ അതിൻ്റെ സി എഴുതാം. യാത്രക്കാർ സക്കാത്തിൻ്റെ അവകാശികളിൽ പെട്ടതാണ്. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. കച്ചവട സാധനങ്ങൾക്ക് വിലയുടെ %, സക്കാത്ത് കൊടുക്കണം. വിലയുടെ 2.5%. 2.5% സക്കാത്ത് കൊടുക്കണം. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ നിർബന്ധമാകും. എന്താണ്? ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലമുണ്ട്. 1,00,000 പ്രതിഫലമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സാറ ഖബരി വജബത ലഹു ഷഫാത്തി. അപ്പോൾ അവിടെ വജബത ലഹു എന്നാണ് അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ടത്. അടുത്തത് ദുൽഹിജ്ജ ഡേഷിന് അറഫ നോമ്പ് അനുഷ്ഠിക്കണം. ദുൽഹിജ്ജ 9-നാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ഇനി ബാറക്കല്ലാഹുമ്മ ലക്കുമ വബാറക അലൈക്കുമ ഡേഷ് ഫി ഖൈർ. എന്തായിരുന്നു? വധുവരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കാൻ എല്ലാവരോടും. അപ്പോൾ അവിടെ ബാറക്കല്ലാഹുമ്മ ലക്കുമ വബാറക അലൈക്കുമ വജമാ ബൈനക്കുമ എന്നതാണ് അവിടെ വിട്ടത്. വജമാ ബൈനക്കുമ അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകളുണ്ട്? 4 തക്ബീറുകളാണുള്ളത്. സക്കാത്ത് നിർബന്ധമില്ലാത്ത ഒരു പഴം എഴുതാനാണ്. സക്കാത്ത് നിർബന്ധമുള്ളത് നമ്മൾ പാടത്ത് പഠിച്ചത് മുന്തിരി, ഈത്തപ്പഴമാണ്. അപ്പോൾ അതിലില്ലാത്ത ഏതെങ്കിലും ഒരു പഴം എഴുതിയാൽ മതി. ആപ്പിള്, കൈതച്ചക്ക എന്നൊക്കെ എഴുതാം. അപ്പോൾ സക്കാത്ത് നിർബന്ധമില്ലാത്ത പഴം ഒരു പഴത്തിൻ്റെ പേര് എഴുതാനാണ്. കൈതച്ചക്ക, പേരക്ക എങ്ങനെ വേണമെങ്കിലും എഴുതാം. അടുത്തതിനെന്താ? ആരോഗ്യമുണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച ഒരു കാര്യം എന്താണ്? നോമ്പെടുക്കുക ആരോഗ്യവാന്മാരാകുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആരോഗ്യവാന്മാരാകാൻ നിർദ്ദേശിച്ചൊരു കാര്യം നോമ്പെടുക്കാനാണ്. അടുത്തത് തവാഫ് ചെയ്യുമ്പോൾ കഅബയെ ഏതു ഭാഗത്താക്കണം? തവാഫ് ചെയ്യുമ്പോൾ കഅബയെ ഇടതുഭാഗത്താക്കണം. ഇടതുഭാഗത്ത്.
അതാണ് എഴുതേണ്ടത്. അടുത്തത് മസ്ജിദുൽ ആയിഷ റളിയല്ലാഹു അൻഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? അത് തൻഈമിലാണ്. തൻഈം അവിടെ നമ്മൾ പറഞ്ഞിരുന്നു തൻഈമിലെ മസ്ജിദുൽ ആയിഷയിൽ പോയി ഇഹ്റാം ചെയ്തു എന്ന്. അവിടെ തൻഈം എന്നതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തെന്താണ്? കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്ത ഒരു വസ്തു. സ്വർണം, ഭൂമി, അതൊക്കെ എഴുതാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സ്വർണം എന്നോ ഭൂമിന്നോ എന്തെങ്കിലും എഴുതാം. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്തതാണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മയ്യിത്തിൻ്റെ കണ്ണുകളടച്ച് കൊടുക്കുമ്പോൾ എന്ത് ചൊല്ലണം? എന്താണ്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. അടുത്ത സക്കാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഒരു ശിക്ഷ എഴുതാനാണ്. അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തിൽ ചുട്ടുപഴുപ്പിക്കും. അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും. അതാണ് സക്കാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ. ഇനി ഫിത്ർ സക്കാത്ത് കൊടുത്താൽ ലഭിക്കുന്ന നേട്ടമെന്ത്? എന്താണ്? അത് നോമ്പിലുള്ള തെറ്റുകളും അനാവശ്യങ്ങളും ശുദ്ധീകരിക്കും. അത് നോമ്പിലുള്ള തെറ്റുകളും അനാവശ്യങ്ങളും ശുദ്ധീകരിക്കും. അപ്പോൾ അത് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ ലഭിക്കുന്ന നേട്ടമാണ്. അടുത്തത് നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട്. എപ്പോഴെല്ലാമാണ്? നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട്. പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും നോമ്പ് തുറക്കുമ്പോഴും. നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുമാണ് നോമ്പുകാരുടെ 2 സന്തോഷം. അടുത്തത് മയ്യിത്തിനെ ഖബറിൽ കിടത്തേണ്ട രൂപം എങ്ങനെയാണ് മയ്യിത്തിനെ ഖബറിൽ കിടത്തേണ്ടത്? മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തണം. കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കണം. ഇങ്ങനെയാണ് മയ്യിത്തിനെ ഖബറിൽ കിടത്തേണ്ടത്. അടുത്തത് ഉംറക്ക് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? അത് അറബിയിൽ തന്നെ എഴുതണം. അതാണ് അവിടെ അറബിയിൽ നിന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നവൈത്തുൽ ഉംറത്തു വഹ്റംതു ബിഹാ ലില്ലാഹി തആല. നവൈത്തുൽ ഉംറത്തു വഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഇതാണ് ഉംറക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്. അടുത്തത് എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം എന്ത്? എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. നല്ലവനായി രേഖപ്പെടുത്തുകയും ദോഷങ്ങൾ പൊറുക്കുകയും ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. ഇനി കുറിപ്പ് 5 വരി കുറയാതെ എഴുതാൻ പലിശ വാങ്ങലും കൊടുക്കലും എന്നതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കച്ചവടത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. അതിലാണ് പലിശയെക്കുറിച്ച് പറയുന്നത്. എന്താണ്? പലിശ വൻ കുറ്റങ്ങളിൽ പെട്ടതാണ്. പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും അതിന് സാക്ഷിയാകുന്നവരെയും അതിൻ്റെ എഴുത്തുകാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പലിശക്ക് കടം വാങ്ങരുത്. കച്ചവടത്തിനൊന്നും ബർക്കത്തുണ്ടാവുകയില്ല. കടം വാങ്ങുമ്പോൾ നിശ്ചിത വിഹിതം നൽകാമെന്ന് വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ അത് പലിശയാകും. സ്വർണം പണയം വെക്കലും ലോണെടുക്കലും എല്ലാം പലിശ ഇടപാടുകളാണ്. പലിശ വരുന്നത് ശ്രദ്ധിക്കണം. പലിശ വൻ കുറ്റങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അത്രയും പലിശയെക്കുറിച്ച് നിങ്ങൾക്ക് പാഠത്തിൽ വന്നത് അവിടെ എഴുതി വെക്കാവുന്നതാണ്. അടുത്ത് വരുന്നത് എന്താണ്? വിവാഹ ജീവിതത്തെക്കുറിച്ചിട്ടാണ് 5 വരിയിൽ എഴുതാൻ വന്നത്. വിവാഹത്തിലൂടെയാണ് കുടുംബം രൂപപ്പെടുന്നത്. കുടുംബത്തിൻ്റെ നായകൻ പുരുഷനാണ്. തൻ്റെ സാമ്പത്തിക നിലക്കനുസരിച്ച് വധുവിന് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം എന്നിവ നൽകൽ പുരുഷൻ്റെ ബാധ്യതയാണ്. ഭർത്താവിനെ അനുസരിക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമാണ്. പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം. വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ 2 പേരും ചെയ്യരുത്. സംതൃപ്തിയോടെയും മുഖപ്രസന്നതയോടെയും സഹവസിക്കണം. അപ്പോൾ അത് വിവാഹ ജീവിതത്തെക്കുറിച്ച് അത്രയും അവിടെ എഴുതാം. അപ്പോൾ ഇത്രയാണ് ഫിഖ്ഹുൽ ഇസ്ലാമിൽ വന്ന ചോദ്യങ്ങൾ. എല്ലാവരും ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.